മഴ തോരും മുൻപല്ല പുത്തൻ പ്രമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. മാമച്ചനും ഗ്രേസിയും രേവതി കുട്ടിയും കൂടെ അലീനെ കാണാൻ വരികയാണ്. അന്നേരം ബൈജി അവിടെ ഉണ്ട്. ബൈജി അവരുടെ അടുത്ത് പറയാം, എത്ര നാളുകൊണ്ട് പോകുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോകുന്നതുമില്ല, ശല്യം ഇവിടെ തന്നെ കടിച്ചു തൂങ്ങിയിരിക്കുക എന്ന് പറയാണ്. അപ്പം ബാലേന്ദ്രൻ മോളിൽ നിന്ന് വിളിച്ച് പറയാണ്, അലീനെ ഞാൻ ആരുടെ കൂടെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാണ്. ബൈജി പറയാണ്, ഇവിടെ ജോലിക്ക് നിൽക്കുന്നത് എനിക്ക് സമാധാനക്കേടാ. കൊല്ലപ്പള്ളിക്കാർ വിചാരിക്കുന്ന പോലല്ല ബാലേന്ദ്രൻ വിചാരിക്കുന്നതെന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. ഇവിടെ ജോലിക്ക് നിൽക്കണോ വേണ്ടയോ എന്ന് ബാക്കിയുള്ളവരെല്ലാം തീരുമാനിക്കുന്നത്. അവളുടെ സമ്മതം മാത്രം മതി അവൾക്ക് ഇവിടുന്ന് പോകാനെന്ന് ബൈജ പറയാണ്. അതൊക്കെ തീരുമാനിക്കുന്ന അങ്ങ് മാളികയ്ക്കൽ വീട്ടിൽ പോയി തീരുമാനിച്ചാൽ മതി എന്ന് ബാലേന്ദ്രൻ വീണ്ടും പറയണം. ഇവർ രണ്ടുപേരുടെയും തർക്കത്തിനിടയിൽ പാവം പെട്ട് കിടക്കുന്ന അലീനയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. അലീനെ കാണാമെന്ന് രേവതിക്കുട്ടി ബാക്കിയുള്ളവരൊക്കെ ഇതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുക. പിന്നെ കാണിക്കുന്ന രാജീവിനും മനുവും കൂടെ സംസാരിക്കുന്നതാണ്. ഞാൻ അങ്ങ് സിംഗപ്പൂരിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ ആ ഒരു വിഷയത്തിൻ്റെ ഇമ്പോർട്ടൻസ് നിനക്ക് മനസ്സിലാവുമല്ലോ, അതുകൊണ്ട് നീ ഇതിനകത്ത് ഇടപെടല്ലേ. അപ്പോൾ മനു പറയാണ്, ഞാൻ ന്യായത്തിൻ്റെ ഭാഗത്താണ്. രാജീവൻ പറയാണ്, അയാൾ എന്ത് പറഞ്ഞാലും അതെനിക്കൊരു പ്രശ്നമല്ല. ആ പെണ്ണിനെ അവിടുന്ന് തുരത്തുമെന്ന് ഞാൻ കട്ടായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും എന്നും പറഞ്ഞ് രാജീവൻ പോകുന്നത്. ഇതൊക്കെയാണ് പ്രമുഖർ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.